ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഫസ്റ്റ് മിൽക്കിന് ഒരു പേരുമുണ്ട്, വളരെ വലിയ ഇമ്പോർട്ടൻസും ഉണ്ട്. എന്താണ് ഫസ്റ്റ് മിൽക്കിൻ്റെ പേര്? അതിനെ യെല്ലോ മിൽക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും കറക്റ്റ് ടെക്നിക്കൽ പേര് കൊളസ്ട്രം എന്നാണ്. ഈ ഫസ്റ്റ് മിൽക്ക് കൊടുക്കേണ്ട അല്ലെ കുഞ്ഞിന് അത് കിട്ടേണ്ട ആവശ്യകത എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പാസീവ് ഇമ്മ്യൂണിറ്റി കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഇറ്റ് കണ്ടെയ്ൻസ് ആൻറ്റിബോഡി ഇമ്മ്യൂണോഗ്ലോബിൻ എ. ഈ ഇമ്മ്യൂണോഗ്ലോബിൻ എ അമ്മയുടെ മുലപ്പാലിൽ നിന്നല്ലാതെ ഒരു രീതിയിലും കുഞ്ഞിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇമ്മ്യൂണോഗ്ലോബിൻ എ ഉണ്ടെങ്കിൽ അത് എൻ്റെ അമ്മ കൊളസ്ട്രം വഴി എനിക്ക് തന്നതാണ്. അപ്പോൾ ഓരോ കുഞ്ഞിൻ്റെയും അവകാശമാണ് ആക്ച്വലി കൊളസ്ട്രം ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മിൽക്ക് കുഞ്ഞിൻ്റെ ഡിസീസ് റെസിസ്റ്റൻസുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് ലാക്ടേഷൻ എസ്പെഷ്യലി ഇൻ ദ ഇനിഷ്യൽ ഡേയ്സ് ഓഫ് ഡെലിവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാർച്ചുറേഷൻ കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് ആദ്യത്തെ കുറച്ച് ദിവസം കറക്റ്റ് മിൽക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ലാക്ടേഷൻ. ഓരോ ടോപ്പിക്കും ഇതുപോലെ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ റണ്ണിങ് ആണ്. അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കാരണം നമുക്ക് 12th ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ആഗ്രഹമില്ലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണമെന്ന്? ബയോളജി നമുക്ക് സെറ്റ് ആക്കാം മക്കളെ. അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്യും.